ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ 108/2024 നടന്ന എക്സാം ആണ്. 108/2024. നമ്മൾ 2023 വേക്കൻസി വിളിച്ചതെങ്കിലും 2024 എന്ത് ചെയ്ത് ഇതിന്റെ ടെസ്റ്റ് പരീക്ഷ നടന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇത് നമ്മുടെ മലബാർ ദേവസ്വവുമായി ബന്ധപ്പെട്ട നടന്ന ക്ലർക്ക് എക്സാമിന്റെ ചോദ്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏകദേശം 10ഓളം ചോദ്യം ഉണ്ടായിരുന്നു. ആ 10ഓളം ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇതിപ്പോ ഞാൻ പറയും മലബാർ ദേവസ്വം. അപ്പൊ ഏകദേശം ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് ഒറ്റ തന്നെയാണ്. മലബാർ ദേവസ്വം ആയാലും ശരി, നമ്മളെ കൂടൽമാണിക്യം ദേവസ്വം ആയാലും ശരി, അതേപോലെ നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, ഇങ്ങനെ ഏത് ദേവസ്വം അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം, ഇതിനകത്തിലെല്ലാം ടെസ്റ്റ് നടത്തുന്ന ആരാണ്? ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങള്, അതേപോലെ ക്ഷേത്ര ആചാരങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ ക്ഷേത്ര കലകളും ഉണ്ട്. ക്ഷേത്ര കലകൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. പക്ഷേ ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഏകദേശം ഒരു 6-7ഓളം ചോദ്യം തന്നെ എന്തായിരുന്നു, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തവണ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കിയുള്ള ടോപ്പിക് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കേണ്ട കേസ്, കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? ഒന്നാമത്തെ ചോദ്യം എന്താണ്? കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്നാണ്. അതിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം വരുന്നുണ്ട്, ഗുരുവായൂർ ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്, പാറമേക്കാവ് ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്, പറശ്ശിനിക്കടവ് ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, പാറമേക്കാവ് ക്ഷേത്രം, പറശ്ശിനിക്കടവ് ക്ഷേത്രം. ഓക്കെ ആണല്ലോ? ഇതിൽ ഏതാണ് കേരളക്കരയിലെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഇതാണ് നമ്മുടെ ചോദ്യം. കേരളക്കരയിലെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ചോദ്യം. ഓക്കെ, ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓർത്തിരിക്കുക, കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്? അത് തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വടക്കുംനാഥ ക്ഷേത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ ആണല്ലോ? വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ഈ വടക്കുംനാഥ ക്ഷേത്രം മുമ്പേ വെച്ചാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. എന്നാൽ തൃശ്ശൂർ പൂരം വടക്കുംനാഥന്റെ ഉത്സവമാണോ എന്ന് ചോദിച്ചാൽ ഉത്സവം അല്ല. അത് ആദ്യമേ ഓർത്തു വയ്ക്കുക. വടക്കുംനാഥ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ വടക്കുംനാഥിലെ പ്രധാന ദൈവം എന്ന് പറയുന്നത് മഹാദേവനാണ്, അല്ലെ ശിവനാണ്. അവിടെ ആലോചിക്കേണ്ട പോയിന്റ്, ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഉത്സവമല്ല എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. വടക്കുംനാഥന്റെ മുമ്പിൽ വെച്ച് ഈ ഉത്സവം നടക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട കേസ്. എന്താണ്? തൃശ്ശൂർ പൂരം എന്നത് വടക്കുംനാഥന്റെ ഉത്സവമല്ല, വടക്കുംനാഥന്റെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുന്നു, നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. വടക്കുംനാഥന്റെ മുമ്പ് വെച്ചാണ് ഈ ഉത്സവം നടക്കുന്നത്. അവിടെ നിന്നാണ് എല്ലാം എന്ത് ചെയ്യുന്നത്, ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം എന്ത് സങ്കല്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പരശുരാമൻ കേരളത്തിൽ എത്ര 108 ശിവക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. എത്ര? 108 ശിവക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്? തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ? നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഫസ്റ്റ് ഓർക്കേണ്ട പോയിന്റ് എന്താണ്? പരശുരാമൻ, വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ കേരളത്തിലെ എത്ര 108 ശിവക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ശിവക്ഷേത്രമാണ് എന്ന് പറയുന്നത് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കേണ്ട പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട് ആൾറെഡി. അപ്പൊ തൃശ്ശൂർ പരശുരാമൻ പണിത 108 ശിവക്ഷേത്രങ്ങൾ, പരശുരാമൻ പണിത 108 ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ശിവക്ഷേത്രമാണ് എന്ന് പറയുന്നത് നമ്മുടെ വടക്കുംനാഥനാണ്. അത് ഇങ്ങനെ പറയുന്നത് 108 ശിവക്ഷേത്രങ്ങൾ, 108 ഭദ്രകാളി ക്ഷേത്രങ്ങൾ, പിന്നെ കുറെ വിഷ്ണു ക്ഷേത്രങ്ങൾ, ഇങ്ങനെയാണ് പണിതിട്ടുള്ളത്. അപ്പൊ എണ്ണം കറക്റ്റ് വേണ്ടിട്ടുണ്ട്. 108 ശിവക്ഷേത്രങ്ങളും 108 ഭദ്രകാളി ക്ഷേത്രങ്ങൾ ആര് പണിതിട്ടുണ്ട്? പരശുരാമൻ എന്ത് ചെയ്തിട്ടുണ്ട്? പണിതിട്ടുണ്ട്. അത് 108 ശിവക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ശിവക്ഷേത്രമാണ് എന്ന് പറയുന്നത് വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കേസ്. ഓക്കെ ആണല്ലോ? അപ്പൊ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം എന്താണ്? പരശുരാമൻ പണിത 108 ശിവക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രമാണ് എന്ന് പറയുന്നത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ്. ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അത് വടക്കുംനാഥ ക്ഷേത്രമാണ്. അതേപോലെ ദക്ഷിണ കൈലാസം അല്ലെങ്കിൽ തെക്കിന്റെ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? അതും വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ്. അപ്പൊ 3 പോയിന്റ് ഇവിടെ ക്ലിയർ ചെയ്ത് പഠിച്ചു വെച്ചോണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് 3. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രമാണ്. അതേപോലെ ഓർത്തിരിക്കേണ്ടത് പരശുരാമൻ പണിത 108 ശിവക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അത് നമ്മുടെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ്. അതേപോലെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അതും വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ പറയുന്നത് കേരളക്കരയിലെ ശ്രീമൂല സ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അതും വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആണ്.
3 കാര്യങ്ങൾ. ഇനി ഇത് ഡീറ്റെയിൽഡ് വീണ്ടും ഞാൻ പറയും. നമ്മുടെ തൃശ്ശൂർ പൂരം വരുന്ന സമയത്ത് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീണ്ടും ഇത് പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 3 പോയിന്റ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചുള്ള ഈ 3 പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം, ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം, അതേപോലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ചോദിച്ചാൽ വടക്കുംനാഥ ക്ഷേത്രമാണ്. അതേപോലെ പരശുരാമൻ പണിത 108 ക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ ആരുടെയൊക്കെ പ്രതിഷ്ഠകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ പ്രതിഷ്ഠകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമൻ വരുന്നുണ്ട്, അതേപോലെ ശങ്കരാചാര്യർ വരുന്നുണ്ട്, അതേപോലെ ആര് വരുന്നുണ്ട്? മഹാദേവൻ വരുന്നുണ്ട്. അപ്പോൾ 3 പേരായിട്ടാണ് നിന്നിരിക്കുന്നത്. ഓക്കെ, മഹാദേവന്റെ പിറകിലായിട്ട് ആര് വരുന്നുണ്ട്? പാർവതി ദേവിയും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓർത്തിക്കേണ്ട 3 മെയിൻ പ്രതിഷ്ഠകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ശങ്കരാചാര്യർ, അതേപോലെ ശങ്കരൻ 2 വശങ്ങളിലായിട്ട് ആര് വരുന്നുണ്ട്? മഹാദേവനും വരുന്നുണ്ട്, അതേപോലെ ആരും വരുന്നുണ്ട്? ശ്രീരാമനും വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ 3 പ്രതിഷ്ഠകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതേപോലെ ശിവന്റെ പിറകിലായിട്ട് ആര് ഇരിപ്പുണ്ട്? പാർവതി ദേവിയും ഇരിപ്പുണ്ട്. അതേപോലെ ഓർത്തിരിക്കുക, ഇവിടുത്തെ ശിവലിംഗം നമുക്ക് കാണാൻ കഴിയുന്ന ശിവലിംഗം എന്ന് പറയുന്നത് ശിവലിംഗമല്ല, കാണാൻ കഴിയുന്ന നെയ്യഭിഷേകം ചെയ്ത നെയ്യ് തണുത്തായിട്ടുള്ള രൂപമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ പറ്റുന്നത്. കാരണം യഥാർത്ഥ ശിവലിംഗം എന്ത് ചെയ്തു? ഈ നെയ്യ് അഭിഷേകം ചെയ്ത് നെയ്യുടെ എന്താണ് അകത്തേക്ക് ആയിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നെയ്യ് എന്തായിട്ട് നിൽക്കുകയാണ്? അതൊരു രൂപമായിട്ട്, ഒരു ശിവലിംഗത്തിന്റെ രൂപമായിട്ട് എന്ത് ചെയ്തിരിക്കണം? മാറിയിട്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ കഴിയുന്നതാണ് പറയപ്പെടുന്നത്. ഓക്കെ, കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്ത് പറയുന്നത്? നെയ്യഭിഷേകം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നോർമലുള്ള ക്ഷേത്രങ്ങളിൽ ശിവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെന്ന് പറയുന്നത് ഏതാണ്? ജലധാരയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ശിവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ഏതാണ്? അത് ജലധാരയാണ്. അതൊന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ ശിവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ഏതാണ്? അത് ജലധാരയാണ്. ഓക്കെ അല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പം എന്ന് പറയുന്നത് ഏതാണ്? കൂവളമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹാരം ഏതാണ്? കൂവളത്തിന്റെ ഹാരമാണ്. അതും കൂടെ ഓർത്തു വെക്കുക. അപ്പം ഓർത്തിരിക്കുന്ന 2 പോയിന്റ്. മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ചടങ്ങ് ചോദിച്ചാൽ അത് ഏതാണ്? അത് ജലധാരയാണ്. അതേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ്? അത് കൂവളത്തിന്റെ ഹാരമാണ്. ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതേപോലെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ചോദിച്ചാൽ എന്താണ്? അത് എന്താണ്? നമ്മുടെ നെയ്യുടെ നിവേദ്യമാണ്. നെയ്യ് എന്താണ്? അഭിഷേകമാണ്. നെയ്യഭിഷേകമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് നെയ്യഭിഷേകം. ഓക്കെ ആണല്ലോ. അതൊന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം ഞാൻ പറഞ്ഞ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രമാണ്. അതേപോലെ ഓർത്തിരിക്കുക, അടുത്ത് ഓർക്കേണ്ട പോയിന്റ് എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ളത് ഏതാണ്? അത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ്. അതേപോലെ പരശുരാമൻ പണിത 108 ശിവക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ശിവക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിലെ പോയിന്റ് ഏതാണ്? കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അതും തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാൻ ഓപ്ഷൻസ് നോക്കാം. അടുത്ത് ഗുരുവായൂർ ക്ഷേത്രവും പാറമേക്കാവ് ക്ഷേത്രവും പറയുന്നുണ്ട്. അത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും. അടുത്ത് നമുക്ക് നോക്കേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടെ ഇപ്പൊ നോക്കേണ്ടത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തെ കുറിച്ചാണ്. ഇതിനെ കുറിച്ചാണ്? പറശ്ശിനിക്കടവ് ക്ഷേത്രത്തെ കുറിച്ചാണ് നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളത്. അവിടെ നോക്കേണ്ട പോയിന്റ്, പറശ്ശിനിക്കടവ് ക്ഷേത്രം ഏത് ജില്ലയാണെന്ന് ആലോചിക്കുക. പറശ്ശിനിക്കടവ് ക്ഷേത്രം ഏത് ജില്ലയിലാണെന്ന് ആലോചിക്കുക. ഏത് ജില്ലയിലാണ്? അത് കണ്ണൂർ ജില്ലയിലാണ് വരുന്നത്. പറശ്ശിനിക്കടവ് ക്ഷേത്രം വരുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. പറശ്ശിനിക്കടവ് ക്ഷേത്രം വരുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് മറക്കരുത്. അത് പറശ്ശിനിക്കടവ് മടപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തെ വിളിക്കുന്ന പേരെന്താണ്? പറശ്ശിനിക്കടവ് മടപ്പുര എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അത് ഫസ്റ്റ് ഓർത്ത് വയ്ക്കുക. പറശ്ശിനിക്കടവ് മടപ്പുര എന്നാണ് ആ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് അല്ലെ? പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അതും പറശ്ശിനിക്കടവ് തന്നെയാണ്. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ എന്ത് തന്നെയാണ്? പറശ്ശിനിക്കടവ് തന്നെയാണ്. അതേപോലെ ഓർത്തിരിക്കേണ്ട കേസാണ് നമ്മൾ എന്താണ്? മുത്തപ്പന്റെ വാഹനം ചോദിച്ചാൽ അത് ഏതാണ്? അത് നായയാണ്. മുത്തപ്പന്റെ വാഹനം ചോദിച്ചാൽ അത് ഏതാണ്? അത് നായയാണ്. അതും കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ 3 കാര്യങ്ങൾ ആദ്യമേ ഓർത്തു വയ്ക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് പറശ്ശിനിക്കടവ് ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഇനി ഇവിടുത്തെ കറക്റ്റ് പേര് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ആ ക്ഷേത്രത്തിന്റെ കറക്റ്റ് പേര് ചോദിച്ചാൽ എന്താണ്? പറശ്ശിനിക്കടവ് മടപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. പറശ്ശിനിക്കടവ് മടപ്പുര എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതേപോലെ ഇവിടെ ഓർക്കേണ്ട പോയിന്റ്, ഇവിടുത്തെ മൂർത്തി എന്ന് പറഞ്ഞാൽ ആരാണ്? മുത്തപ്പനാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ വാഹനം ചോദിച്ചാൽ അതേതാണ്? അത് നായയാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. അതേപോലെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? പറശ്ശിനിക്കടവ് ക്ഷേത്രം തന്നെയാണ്. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അതും പറശ്ശിനിക്കടവ് തന്നെയാണ്. അതേപോലെ എന്നാൽ എല്ലായ്പ്പോഴും ആഹാരം ലഭിക്കുന്ന എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ആരും പട്ടിണി കിടക്കാൻ പാടില്ല. എല്ലായ്പ്പോഴും ആഹാരം നൽകുന്ന ക്ഷേത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? അതും പറശ്ശിനിക്കടവ് ക്ഷേത്രം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചെല്ലുമ്പോൾ ലഘുവായിട്ടാണെങ്കിലും ആഹാരം നൽകുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? അതും പറശ്ശിനിക്കടവ് ക്ഷേത്രം തന്നെയാണ്. എന്ന് വെച്ചാൽ ചില ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയത്ത് മാത്രമേ ഇങ്ങനെ ആഹാരം എന്ത് ചെയ്യാറുള്ളൂ? നൽകാറുള്ളൂ.
അന്നദാനം പോലെ നൽകാറുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും എന്ത് നൽകാറുണ്ട്? അന്നദാനം മീൻസ് ആഹാരം നൽകാറുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? പറശ്ശിനിക്കടവ് ക്ഷേത്രമാണ്. ചില ക്ഷേത്രങ്ങളുണ്ട്, ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? പറശ്ശിനിക്കടവ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതേപോലെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഞാൻ പറഞ്ഞു, പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ വാഹനം ചോദിച്ചു പറഞ്ഞു അത് നായയാണെന്ന് പറഞ്ഞു. അതേപോലെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കേസ് ഈ മത്സ്യവും അതേപോലെ കള്ളും നേദ്യമായി നൽകുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? പറശ്ശിനിക്കടവ് തന്നെയാണ്. മത്സ്യവും കള്ളും നേദ്യമായിട്ട് നൽകുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? നമ്മുടെ പറശ്ശിനിക്കടവ് തന്നെയാണ്. അത് ചില ക്ഷേത്രങ്ങൾ നേദ്യമായിട്ട് നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും ഓർക്കുക, മത്സ്യവും മദ്യവും എന്തായിട്ട് നേദ്യമായിട്ട് നൽകുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് പറശ്ശിനിക്കടവ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇങ്ങനെ എന്റെ ഡീറ്റെയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ഏത് പുഴയുടെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വയ്ക്കുക, അത് വളപട്ടണം പുഴയുടെ തീരത്താണ്. വളപട്ടണം പുഴയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതും കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഏത് പുഴയുടെ തീരത്താണ്? അത് വളപട്ടണം പുഴയുടെ തീരത്താണ്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ആ തെയ്യത്തിന്റെ ഒരു കേസാണ് പറയുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും അവിടെ പ്രതിഷ്ഠിക്കുന്ന കാര്യം പറഞ്ഞത് തിരുവപ്പൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്? തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ. തിരുവപ്പൻ അല്ലെങ്കിൽ എന്താണ്? വലിയ മുത്തപ്പൻ എന്ന പേരിൽ ആരെയാണ്? പരമശിവനെയും അതേപോലെ വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെ ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. അപ്പൊ എന്താ പറഞ്ഞ എന്താണ്? തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ആരെ? പരമശിവനെയും അതേപോലെ വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ ആരെയാണ്? മഹാവിഷ്ണുവിനെയും എന്ത് ചെയ്യുന്നു? ഇവിടെ തെയ്യം കെട്ടിയാടുന്നുണ്ട്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ആരെയാണ്? പരമശിവനെയും അതേപോലെ എന്താണ്? നമ്മളെ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ അല്ലെങ്കിൽ വെള്ളാട്ടം എന്ന പേരിൽ, ചെറിയ മുത്തപ്പൻ അഥവാ വെള്ളാട്ടം എന്ന പേരിൽ ആരെയാണ്? മഹാവിഷ്ണുവിനെയും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രമാണ് എന്ന് പറയുന്നത് നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രം എന്നാണ്. അപ്പൊ തെയ്യം എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? വലിയ മുത്തപ്പൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? തിരുവപ്പൻ എന്ന് വിളിക്കും. വലിയ മുത്തപ്പൻ അല്ലെങ്കിൽ തിരുവപ്പൻ എന്ന പേരിൽ ആരാണ്? ശിവനെയും അതേപോലെ ചെറിയ മുത്തപ്പൻ അല്ലെങ്കിൽ വെള്ളാട്ടം എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും എന്താണ്? തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രമാണ് എന്ന് പറയുന്നത് നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. അതേപോലെ എല്ലാ ദിവസവും, അത് എപ്പോഴൊക്കെയാണ് നോക്കുക? എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനെയും വെള്ളാട്ടവും നടക്കുന്നുണ്ട്. തിരുവപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമശിവന്റെ തെയ്യവും അതേപോലെ എന്താണ്? മഹാവിഷ്ണുവിന്റെ തെയ്യവും എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും എന്ത് ചെയ്യാറുണ്ട്? നടക്കാറുണ്ട്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും ഏതാണ്? തിരുവപ്പനെയും അതേപോലെ എന്താണ്? തിരുവപ്പനെയും അതേപോലെ എന്താണ്? വെള്ളാട്ടവും നടക്കുന്നു. തിരുവപ്പന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനും. അപ്പൊ ആ തെയ്യത്തിന്റെ പേരാണ് ഏതെന്ന് പറഞ്ഞാൽ തിരുവപ്പനെയും അതേപോലെ തിരുവപ്പൻ എന്ന് പറയുന്നതും അതേപോലെ വെള്ളാട്ടം എന്ന് പറയുന്നതും. അപ്പൊ തിരുവപ്പൻ എന്ന പേരിൽ ആരാണ്? പരമശിവനെയും വെള്ളാട്ടം എന്ന പേരിൽ ആരാണ്? മഹാവിഷ്ണുവിനെയും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രം തന്നെയാണ്. അപ്പൊ എല്ലാ ദിവസവും ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? തെയ്യം കെട്ടിയാടാറുണ്ട്. അത് ഇങ്ങനെയാണ് തെയ്യ കോലത്തിൽ വന്നിട്ട് ഭക്തരുടെ ദുഃഖങ്ങളെല്ലാം കേൾക്കുന്ന ദൈവമായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത്, നമ്മുടെ പറശ്ശിനിക്കടവ് സങ്കല്പിക്കുന്നത്. ഭക്തരുടെ ദുഃഖങ്ങൾ നേരിട്ട് കേട്ട് അതിന് പരിഹാരം പറയുക, അങ്ങനത്തെ ഒരു സങ്കല്പമാണ് ഇവിടെ പറയുന്നത് നമ്മുടെ പറശ്ശിനിക്കടവ് പറയുന്നത്. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടിട്ട് ഭക്തരുടെ ദുഃഖം എന്ത് ചെയ്യുക? നേരിട്ട് കേൾക്കുന്ന ഒരു രീതിയിലാണ് ഏത് ക്ഷേത്രം നിലനിൽക്കുന്നത്? പറശ്ശിനിക്കടവ് ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന്റെ ജില്ല ചോദിച്ചാൽ ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. പറശ്ശിനിക്കടവ് മടപ്പുര എന്നാണ് ആ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര്. ഇനി ഓർത്തിരിക്കേണ്ടത് ഇതെന്താണ്? ഇത് ഏത് പുഴയുടെ തീരത്തെന്ന് ചോദിച്ചാൽ ഏത് പുഴയുടെ തീരത്താണ്? വളപട്ടണം പുഴയുടെ തീരത്താണ്. ഇപ്പൊ ഇവിടെയുള്ള നമുക്ക് ദിവസം തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തെയ്യത്തിന്റെ പ്രത്യേകത ഓർത്ത് വയ്ക്കുക. തിരുവപ്പൻ അല്ലെങ്കിൽ എന്താണ്? വലിയ മുത്തപ്പൻ എന്ന പേരിൽ ആരാണ്? പരമശിവനെയും ചെറിയ മുത്തപ്പൻ അഥവാ വെള്ളാട്ടം എന്ന പേരിൽ ആരാണ്? മഹാവിഷ്ണുവിനെയും എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടാറുണ്ട്. അതേപോലെ എല്ലാ ദിവസവും എപ്പോഴൊക്കെയാണ്? അതിരാവിലെയും വൈകിട്ടും ഏതാണ്? തിരുവപ്പനെയും അതേപോലെ വെള്ളാട്ടം. ദാറ്റ് മീൻസ് തിരുവപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരമശിവനെയും വെള്ളാട്ടം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിനെ എന്ത് ചെയ്യാറുണ്ട്? തെയ്യം കെട്ടി ആടാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ ഞാൻ അടുത്ത് പറഞ്ഞ പോയിന്റുകൾ ഓർത്തു വെച്ചോണം. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ എന്താണ്? വാഹനം ചോദിച്ചാൽ അതേതാണ്? അത് നായയാണ്. അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ ഓർത്തിരിക്കേണ്ടതാണ് മദ്യവും അതേപോലെ എന്താണ്? മത്സ്യവും എന്താണ്? നേദ്യമായിട്ട് നൽകുന്ന ക്ഷേത്രം ചോദിച്ചാലും ഏത് തന്നെയാണ്? അത് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ തന്നെയാണ്. അതേപോലെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രം തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 2 ക്ഷേത്രങ്ങളാണ് ഞാൻ എന്ത് ചെയ്തത്? പ്രധാനമായിട്ടും ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അത് ഗുരുവായൂർ ക്ഷേത്രവും പാറമേക്കാവ് ക്ഷേത്രവും കൂടെ ഞാൻ സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും പറഞ്ഞു തരുന്നതായിരിക്കും. ആ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ് ഞാൻ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് എടുത്തു തരും. അപ്പൊ അതിനകത്ത് ഞാൻ എന്ത് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് തരാം? ഈ പാറമേക്കാവ് ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഗുരുവായൂർ ക്ഷേത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ച് തന്നെ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക. അടുത്ത നമുക്ക് നോക്കേണ്ടത് വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന് സങ്കല്പമുള്ള ദേവത എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന് സങ്കല്പമുള്ള ദേവത ഏതെന്നാണ് ചോദ്യം. ഓക്കെ, വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന് സങ്കല്പമുള്ള ദേവത ഏതെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് ആൻസർ നോക്കുക? ഓപ്ഷൻ നോക്കുക. എന്തൊക്കെ
ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് മള്ളിയൂർ ഗണപതി, അതേപോലെ ചക്കംകുളങ്ങര സിദ്ധിവിനായകൻ, ഉദയനാപുരം സുബ്രഹ്മണ്യൻ, പറപ്പൂക്കര സുബ്രഹ്മണ്യ ക്ഷേത്രം. ഓക്കെ ആണല്ലോ. ഏതൊക്കെ പറഞ്ഞിരിക്കുന്നത്? വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ചോദിച്ച ഏതൊക്കെയാണ്? മള്ളിയൂർ ഗണപതി, ചക്കംകുളങ്ങര സിദ്ധിവിനായകൻ, ഉദയനാപുരം സുബ്രഹ്മണ്യൻ, പറപ്പൂക്കര സുബ്രഹ്മണ്യ ക്ഷേത്രം. നോർമലി ആലോചിക്കുക, വൈക്കത്തപ്പൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിഷ്ഠ ആലോചിക്കുക. അവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ള ഏതാണ്? അത് മഹാദേവനാണ്, അല്ലെങ്കിൽ ശിവനാണ് അല്ലേ? ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈക്കത്തപ്പൻ എന്ന് വെച്ചാൽ വൈക്കം ക്ഷേത്രത്തിന് വൈക്കം മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത്. വൈക്കത്തപ്പന്റെ പ്രധാനപ്പെട്ട ആ പ്രതിഷ്ഠ ചോദിച്ചാൽ അതേ തന്നെയാണ്, മഹാദേവൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ചോദ്യം ഇതാണ്, വൈക്കത്തപ്പന്റെ പുത്രൻ, മഹാദേവന്റെ പുത്രന്മാർ ചോദിച്ചാൽ ആരൊക്കെയാണ്? ഗണപതിയും സുബ്രഹ്മണ്യനാണ്, അല്ലെങ്കിൽ മുരുകനുമാണ്, നമുക്കറിയാം. ഗണപതിയും മുരുകനുമാണ്, അല്ലെങ്കിൽ ഗണപതിയും സുബ്രഹ്മണ്യനാണ്, നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കുക, വൈക്കത്തപ്പന്റെ പുത്രൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വൈക്കത്തപ്പന്റെ പുത്രൻ എന്ന സങ്കല്പമുള്ള, മഹാദേവന്റെ പുത്രൻ എന്നല്ല, വൈക്കത്തപ്പന്റെ പുത്രൻ എന്ന സങ്കല്പമുള്ള ദേവത പ്രതിഷ്ഠയിരിക്കുന്ന ക്ഷേത്രം ഏതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഏതാണ് ക്ഷേത്രം? നമുക്കൊന്ന് ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദയനാപുരം സുബ്രഹ്മണ്യനാണ്. ഏതാണ്? ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് എന്ന് പറയുന്നത് വൈക്കത്തപ്പന്റെ പുത്രൻ എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഓർത്തു വയ്ക്കുക, ആരാണ്? ഉദയനാപുരം സുബ്രഹ്മണ്യൻ. ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് വൈക്കത്തപ്പന്റെ പുത്രൻ എന്ന സങ്കല്പമുള്ള ക്ഷേത്രം. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം, ഇനി ഉദയനാപുരം സുബ്രഹ്മണ്യനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് നോക്കാം. ഇത് ആലോചിക്കുക, ഈ വൈക്കവും ഉദയനാപുരം സുബ്രഹ്മണ്യനും എവിടെ തന്നെയാണ്? കോട്ടയം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. വൈക്കം ക്ഷേത്രം എവിടെ തന്നെയാണ്? കോട്ടയം ജില്ലയിൽ തന്നെയാണ്. അതേപോലെ ഉദയനാപുരം സുബ്രഹ്മണ്യ എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? കോട്ടയം ജില്ലയിൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് ഇതിപ്പോ എന്താണ്? അവിടുത്തെ ഒരു പ്രത്യേക നേദ്യമുണ്ട്, അതിനെ വിളിക്കുന്ന വഴുതന നേദ്യം എന്ന് വിളിക്കും. എന്താണ് അവിടെ നൽകുന്ന നേദ്യമാണ്? ഏത്? വഴുതന നേദ്യം എന്ന് പറയും. ഈ ഉദര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഈ വഴുതന നേദ്യം കഴിക്കുന്നത് നല്ലതാണെന്ന് എന്ത് ചെയ്യാറുണ്ട്? പറയപ്പെടാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉദര സംബന്ധം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടി വഴുതന നേദ്യം കഴിക്കുന്നത് നല്ലതാണെന്ന് എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. അപ്പൊ അതും കൂടെ ഓർത്ത് വെച്ചോണം. അപ്പൊ ഉദയനാപുരം സുബ്രഹ്മണ്യൻ കോട്ടയത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഓർക്കേണ്ട പോയിന്റ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേദ്യമാണ് എന്ന് പറയുന്നത് വഴുതന നേദ്യം എന്ന് പറയുന്നത്. വഴുതന നേദ്യം ഉദയനാപുരം ഇതിന് മാത്രമല്ല, ബാക്കി ഒരു 2-3 ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് ഒരു ക്ഷേത്രത്തിന്റെ ശേഷം നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ അതിന് മുമ്പ് ആലോചിക്കുക, ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേദ്യം ചോദിച്ചാൽ, ഉദയനാപുരം സുബ്രഹ്മണ്യന്റെ പ്രധാനപ്പെട്ട നേദ്യം ചോദിച്ചാൽ ഏതാണ്? വഴുതന നേദ്യമാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് രോഗശാന്തി ലഭിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? വഴുതന നേദ്യം കഴിക്കാറുണ്ട്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വൈക്കത്തെ എന്ന് വെച്ചാൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ആയിരിക്കും ഇവിടുത്തെ മേൽശാന്തി എന്ന് പറയുന്നത് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വൈക്കത്തെ കീഴ്ശാന്തിയാണ് ഇവിടുത്തെ മേൽശാന്തിയായിട്ട് ജോലി ചെയ്യുന്നത്. ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് നിൽക്കാറുള്ളത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ വൈക്കത്തെ എന്താണ്? കീഴ്ശാന്തി ആയിരിക്കും ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എന്തായിട്ട് നിൽക്കാറുള്ളത്? മേൽശാന്തിയായിട്ട് നിൽക്കാറുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, വൈക്കത്തഷ്ടമി ദിവസം എന്ന് വെച്ചാൽ വൈക്കത്തഷ്ടമി ദിവസം എന്ന് വെച്ചാൽ വൈക്കത്തെ ഉത്സവമാണ് വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത്. വൈക്കത്തഷ്ടമി ദിവസം വൈക്കത്തപ്പനും സുബ്രഹ്മണ്യനും ഒരുമിച്ച് എന്ത് ചെയ്യാറുണ്ട്? എഴുന്നള്ളാറുണ്ട്. അതും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ വൈക്കത്തഷ്ടമി ദിവസം ആരൊക്കെയാണ്? വൈക്കത്തപ്പനും അതേപോലെ ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമിയും കൂടെ എന്ത് ചെയ്യാറുണ്ട്? ഒരുമിച്ച് എന്ത് ചെയ്യാറുണ്ട്? എഴുന്നള്ളത്ത് നടത്താറുണ്ട്. ആ ഒരു കാര്യം കൂടെ കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ ഉദയനാപുരം സുബ്രഹ്മണ്യൻ, വൈക്കത്തപ്പന്റെ പുത്രൻ എന്ന് പരാമർശമുള്ള ദേവത ചോദിച്ചാൽ അതായതാണ്, അത് ഉദയനാപുരം സുബ്രഹ്മണ്യനാണ്. വൈക്കത്തഷ്ടമി ദിവസം വൈക്കത്തപ്പനും സുബ്രഹ്മണ്യനും ഒരുമിച്ച് എന്ത് ചെയ്യാറുണ്ട്? എഴുന്നള്ളാറുണ്ട്. ആ ഒരു പോയിന്റ് കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഇനി ക്ഷേത്രം പണിതതിന്റെ ഒരു സങ്കല്പമുണ്ട്, ഒരു ഐതിഹ്യം പോലെ നമുക്ക് പറയാവുന്ന ക്ഷേത്രം പണിത സങ്കല്പമാണ്. നമ്മുടെ ചേര രാജാവ് ഈ കോട്ടയം ജില്ലയിലേക്ക് വന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് എന്താണ്? ഈ സുബ്രഹ്മണ്യന് വേണ്ടി ഒരു ക്ഷേത്രം പണിയണം എന്നുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കുമാരനല്ലൂർ എന്ന സ്ഥലത്ത്, എവിടെയാണ്? കുമാരനല്ലൂർ എന്ന സ്ഥലത്ത് എന്ത് ചെയ്യാൻ വേണ്ടി? ഈ സുബ്രഹ്മണ്യന് ഒരു ക്ഷേത്രം പണിയുവാൻ വേണ്ടി എന്ത് ചെയ്തു? തീരുമാനിച്ചു. അങ്ങനെ അവിടെ ക്ഷേത്രമൊക്കെ കെട്ടി വെച്ചു. പക്ഷേ ക്ഷേത്രം പണിതതിനു ശേഷം എന്ത് ചെയ്തു? മധുരയിൽ നിന്ന് വന്ന ഭഗവതി എന്ത് ചെയ്തു? അവിടെ വന്ന് കൂടിയിരുന്നു എന്നാണ് സങ്കല്പം. എന്താണ്? മധുരയിൽ നിന്ന് വന്ന ഭഗവതി എവിടെ വന്ന് കൂടിയിരുന്നു? ഈ കുമാരനല്ലൂരുള്ള ക്ഷേത്രത്തിൽ വന്ന് കൂടിയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഭഗവതിക്ക് വേണ്ടി സെപ്പറേറ്റ് എവിടെ? നമ്മുടെ ഉദയനാപുരം സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്ഷേത്രം പണിതിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഭഗവതി ഉദയനാപുരത്ത് ഇരിക്കുന്നതിന് പകരം എവിടെ വന്ന് കൂടിയിരുന്നു എന്നാണ് പറയുന്നത്? നമ്മളെ കുമാരനല്ലൂർ വന്ന് കൂടിയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? കുമാരനല്ലൂർ പ്രതിഷ്ഠിക്കാനുള്ള ഒരു എന്താണ്? സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിന്റെ അടുത്ത് എവിടെ പ്രതിഷ്ഠിച്ചു? നമ്മുടെ ഉദയനാപുരം എന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചു. ഇതാണ് എന്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്നുവെച്ചാൽ ചേര രാജാവ് സുബ്രഹ്മണ്യെ പ്രതിഷ്ഠിക്കാൻ കുമാരനല്ലൂർ ക്ഷേത്രം പണിതു. പക്ഷെ അവിടെ മധുരയിൽ നിന്ന് വന്ന ഭഗവതി അവിടെ കൂടിയിരുന്നു. ഭഗവതിയെ പ്രതിഷ്ഠിക്കാൻ പണിത ക്ഷേത്രത്തിൽ എന്ത് ചെയ്തു? പണിത എവിടെയാണ്? ഉദയനാപുരം ക്ഷേത്രത്തിൽ എന്ത് ചെയ്തു? സുബ്രഹ്മണ്യനെ എന്ത് ചെയ്തു? പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതാണ് ഇതിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ചേര രാജാവ് എന്ത് ചെയ്തു? സുബ്രഹ്മണ്യന് വേണ്ടി കുമാരനല്ലൂർ ക്ഷേത്രം പണിതിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്ഷേത്രത്തിൽ വന്ന് ആരാണ് കൂടിയിരുന്നത്? നമ്മുടെ ഭഗവതി, മധുരയിൽ നിന്നുള്ള ഭഗവതിയാണ് വന്ന് എന്ത് ചെയ്തത്? കൂടിയിരുന്നത്. അതിനൊരു കഥയൊക്കെ മുക്കുത്തി കാണാൻ എന്ന് വെച്ചാൽ ഭഗവതിയുടെ മൂക്കുത്തി കാണാതാവുകയും അവിടുത്തെ തന്ത്രിയെ വിളിച്ച് എന്ത് ചെയ്യുകയും ചെയ്തു? ചേര രാജാവ് പറഞ്ഞു, ഞാൻ വരണനിടയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ 8 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക? എനിക്ക് ആ മൂക്കുത്തി കണ്ടെത്തി തരണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? പേടിപ്പിച്ചൊക്കെ എന്ത് ചെയ്തു? രാജാവ് എന്ത് ചെയ്തു? സന്ദേശം അയച്ചു. അങ്ങനെ ആ ഇതില് അദ്ദേഹം വിഷമിച്ചിരുന്ന സമയത്ത് ഭഗവതി എന്ത് ചെയ്തു? നിർദ്ദേശം കൊടുത്തിട്ട് ഭഗവതി എന്ത് ചെയ്തു? അവിടെ നിന്ന് മാറി ഇവിടെ വന്നിരുന്നു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അത് ജസ്റ്റ് അതിന്റെ ഒരു കുറെ ഐതിഹ്യ കഥകളാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോണില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്,
ഇപ്പൊ ആലോചിക്കേണ്ടത് ചേര രാജാവ് പണിത ക്ഷേത്രം, ചേര രാജാവ് എവിടെയാണ്? കുമാരനല്ലൂരാണ് എന്ത് ചെയ്തത്? ഈ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തത്? ക്ഷേത്രം പണിതത്. അതൊന്ന് കറക്റ്റ് ആയിട്ട് ആലോചിക്കുക. ചേര രാജാവ് എവിടെയാണ്? കുമാരനല്ലൂരിലാണ് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ക്ഷേത്രം പണിതത്. പക്ഷെ ആ കുമാരനല്ലൂരിൽ ചെന്ന് ആര് കുടിയിരുന്നു എന്നാ പറയുന്നത്? നമ്മുടെ മധുരയിലെ ഭഗവതി വന്ന് എന്ത് ചെയ്തു? കുടിയിരുന്നു എന്നാ പറയുന്നത്. എന്ത് ചെയ്തു? ഭഗവതിക്ക് വേണ്ടി കുടിയിരുത്തുവാൻ വേണ്ടി പണിത ക്ഷേത്രത്തിൽ ആരെ കൊണ്ടിരുത്തി? സുബ്രഹ്മണ്യനെ കൊണ്ടിരുത്തി. ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ പ്രധാനമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറയുന്നത്, ഒന്ന് ഈ വൈക്കത്തെ കീഴ്ശാന്തിയാണ് ഇവിടുത്തെ മേൽശാന്തി എന്ന് പറയുന്നത്, ഉദയനാപുരം സുബ്രഹ്മണ്യന്റെ മേൽശാന്തി എന്ന് പറയുന്നത്. ഈ വൈക്കത്തഷ്ടമി ദിവസം ആരൊക്കെ? വൈക്കത്തപ്പനും അതേപോലെ ആരാണ്? സുബ്രഹ്മണ്യനും ഒരുമിച്ച് എന്ത് ചെയ്യാറുണ്ട്? എഴുന്നള്ളിപ്പ് നടത്താറുണ്ട്. അതേപോലെ ജില്ല ഓർത്ത് വയ്ക്കുക, കോട്ടയം ജില്ലയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേദ്യവും കൂടെ ഓർത്ത് വയ്ക്കുക. അത് ഏതാണ്? അത് വഴുതന നേദ്യമാണ്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട അടുത്ത ക്ഷേത്രമാണ് മള്ളിയൂർ ഗണപതി എന്ന് പറയുന്നത്. ബാക്കി ക്ഷേത്രം ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രമേ പറയുന്നുള്ളൂ. എന്താണ്? മള്ളിയൂർ ഗണപതി. ഏതാണ്? മള്ളിയൂർ ഗണപതി. ഓക്കെ ആണല്ലോ. ഈ മള്ളിയൂർ ഗണപതി എന്നുള്ള ജില്ലയും ഓർത്ത് വയ്ക്കുക. അതും ഏത് ജില്ല തന്നെയാണ്? കോട്ടയം ജില്ല തന്നെയാണ്. മള്ളിയൂർ ഗണപതിയുടെ ജില്ലയും ഏത് തന്നെയാണ്? കോട്ടയം ജില്ല തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ ഗണപതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അപൂർവ സങ്കല്പമായ ബീജ ഗണപതിയാണ് പ്രതിഷ്ഠ. ഓക്കെ ആണല്ലോ. അപൂർവ സങ്കല്പമായ എന്താണ്? ബീജ ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, നമ്മുടെ മള്ളിയൂർ ഗണപതിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപൂർവ സങ്കല്പമായ എന്താണ്? ബീജ ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, മള്ളിയൂർ ഗണപതിയിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം കൂടെ കറക്റ്റ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ മള്ളിയൂർ ഗണപതി ഓർത്തു വയ്ക്കുക. മള്ളിയൂർ ഗണപതി ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂടെ ഓർത്തു വയ്ക്കണം. എന്താണ്? അപൂർവ സങ്കല്പമായ എന്താണ്? ബീജ ഗണപതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് അത്. അത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അപൂർവ സങ്കല്പമായ എന്താണ്? ബീജ ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, മള്ളിയൂർ ഗണപതിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആ കാര്യം ക്ലിയർ കട്ടായിട്ടൊന്ന് ഓർത്തു വെച്ചോണം. ചോദിക്കാൻ വളരെ വളരെ ചാൻസ് കൂടിയ ഒരു ചോദ്യമാണത്. അപ്പോൾ അപൂർവ സങ്കല്പമായ ബീജ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് മള്ളിയൂർ ഗണപതിയാണ്. അതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമ്മൾ എന്താ പറഞ്ഞത്? വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന് സങ്കല്പമുള്ള ദേവത ചോദിച്ചാൽ അത് ഏതാണ്? അത് ഉദയനാപുരം സുബ്രഹ്മണ്യനാണ്. ഉദയനാപുരം സുബ്രഹ്മണ്യനാണ്. അവിടെ ഓർത്തിരിക്കേണ്ടത് എന്താ പറയുന്നത്? ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട നേദ്യം ചോദിച്ചാൽ ഏതാണ്? വഴുതന നേദ്യമാണ്. അതേപോലെ വൈക്കത്തെ കീഴ്ശാന്തി ഇവിടുത്തെ എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്? ഇവിടുത്തെ മേൽശാന്തി ആയിട്ടാണ് ഇരിക്കാറുള്ളത്. അതേപോലെ വൈക്കത്തഷ്ടമി ദിവസം ആരൊക്കെയാണ്? ഉദയനാപുരം സുബ്രഹ്മണ്യനും വൈക്കത്തപ്പനും കൂടെ എന്ത് ചെയ്ത് ഒരുമിച്ച് എന്ത് ചെയ്യാറുണ്ട്? എഴുന്നള്ളത്ത് നടത്താറുണ്ട്. അതേപോലെ ചേര രാജാവ് കുമാരനല്ലൂരിൽ സുബ്രഹ്മണ്യൻ പണിതുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ ആര് വന്ന് പ്രതിഷ്ഠയിലിരുന്നു? ആര് വന്ന് കൂടിയിരുന്നു? മധുരയിൽ നിന്നുള്ള ഭഗവതി ഒന്ന് കൂടിയിരുന്നു. ഭഗവതിക്ക് പണിത ക്ഷേത്രമായ ഉദയനാപുരം ക്ഷേത്രത്തിൽ ആരെ കുടിയിരുത്തി? സുബ്രഹ്മണ്യനെ കുടിയിരുത്തി. ഇതാണ് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് മള്ളിയൂർ ഗണപതിയാണ്. ഓർത്തിരിക്കുക, ജില്ല ചോദിച്ച ഏതാണ്? കോട്ടയം ജില്ലയാണ്. അപൂർവ സങ്കല്പമായ ബീജ ഗണപതിയുടെ പ്രതിഷ്ഠ ഉള്ളത് ഏതാണ്? നമ്മുടെ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലാണ്. അത്രയും കാര്യം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം എന്നുള്ളത്, രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം ഏത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദേവസ്വം ബോർഡെന്നല്ല, എല്ലാ എക്സാമുകൾക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. എന്താണ്? രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ എന്താണ്? കലാരൂപം ഏതാണെന്നാണ് ചോദ്യം. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം ഏത്? ഇതാണ് ചോദ്യം. ഏതാണ്? ചാക്യാർകൂത്തുണ്ട്, ദാസിയാട്ടമുണ്ട്, തെയ്യമുണ്ട്, കഥകളിയുണ്ട്. ചാക്യാർകൂത്ത്, ദാസിയാട്ടം, തെയ്യം, കഥകളി. ക്ഷേത്ര കലകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ടോപ്പിക് ബേസ് ചെയ്ത് തന്നെ ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് ആ രാമനാട്ടം പരിഷ്കരിച്ചുണ്ടായ കലാരൂപം മാത്രമേ പറയുന്നുള്ളൂ. ഏതാണ് രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം എന്ന് പറയുന്നത്? അത് കഥകളിയാണ്. രാമനാട്ടം പരിഷ്കരിച്ച് രൂപപ്പെട്ട കലാരൂപം ചോദിച്ചാൽ അത് ഏതാണ്? അത് കഥകളിയാണ്. അത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല നമ്മൾ എല്ലാ എക്സാമുക്കും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക. ഒന്നാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം എന്തായിരുന്നു? രാമനാട്ടം പരിഷ്കരിച്ച് രൂപപ്പെട്ട കലാരൂപം ചോദിച്ചാൽ ഏതാണ്? അത് കഥകളിയാണ്. അത് ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അപ്പൊ കഥകളി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകത അറിയാം. എന്താണ്? കേരളത്തിന്റെ തനത് കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? കഥകളി എന്നുണ്ട് അല്ലെ? കേരളത്തിന്റെ തനത് കലാരൂപമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കഥകളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഫസ്റ്റ് ഓർത്തു വയ്ക്കുക. കേരളത്തിന്റെ എന്താണ്? തനത് കലാരൂപമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കഥകളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കഥകളിയുടെ ആദ്യകാല രൂപമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? രാമനാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഥകളിയുടെ ആദ്യകാല രൂപമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? രാമനാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ കഥകളിയുടെ സാഹിത്യ രൂപം ചോദിച്ചാൽ അതേതാണ്? അത് ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപം ചോദിച്ചാൽ അതേതാണ്? അത് ആട്ടക്കഥയാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രീവിയസ് ആണ്. നമ്മൾ ദേവസ്വം ബോർഡ് എന്നല്ല, എല്ലാ എക്സാമുക്കും ചോദിക്കുന്ന പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഒന്നും കളയരുത്. വളരെ ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. അപ്പൊ കേരളത്തിൽ തനത് കലാരൂപം ചോദിച്ചാൽ ഏതാണ്? അത് കഥകളിയാണ്. കഥകളിയുടെ ആദ്യ കലാരൂപം ചോദിച്ചാൽ ഏത് തന്നെയാണ്? രാമനാട്ടമാണ്. അതല്ല നമ്മൾ പറഞ്ഞത്. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് കഥകളിയാണ്. അതേപോലെ ഓർത്തിരിക്കുക. അപ്പൊ കഥകളിയുടെ ആദ്യ കലാരൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് രാമനാട്ടമാണ്. ഓക്കെ ആണല്ലോ. ഇനി കഥകളുടെ സാഹിത്യ രൂപം ചോദിച്ചാൽ അത് ഏതാണ്? അത് ആട്ടക്കഥയാണ്.
കഥകളിയുടെ സാഹിത്യ രൂപം ചോദിച്ചാൽ ഏതാണ്? ആട്ടക്കഥയാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ്, ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനകത്ത് നോക്കുക, ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ കൃഷ്ണനാട്ടം ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഭാഷയിലാണ്? അത് സംസ്കൃത ഭാഷയിലാണ്. കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഏത് ഭാഷയിലാണ്? അത് സംസ്കൃത ഭാഷയിലാണ്. എന്നാൽ രാമനാട്ടം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? മലയാളം ഭാഷയിലാണ്. ഈ രാമനാട്ടം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? മലയാള ഭാഷയാണ്. അപ്പൊ കൃഷ്ണനാട്ടം, രാമനാട്ടം എന്ന് 2 കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഏതാണ്? മലയാള ഭാഷയിലായിരുന്നു. ഈ രാമനാട്ടത്തെ പരിഷ്കരിച്ചാണ് എന്ത് രൂപത്തിലേക്ക് മാറ്റിയത്? കഥകളി എന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? മാറ്റിയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഈ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് കഥകളിയാണ്. അത് ക്ലിയർ കട്ടായിട്ട് ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ? അപ്പൊ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചാൽ ഏതാണ്? അത് കഥകളിയാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം ചോദിച്ചാലും കഥകളി തന്നെയാണ്. അപ്പം കഥകളിയുടെ ആദ്യകാല രൂപം അറിയപ്പെട്ടിരുന്ന പേര്, അല്ലെങ്കിൽ കഥകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെട്ടത്ത് സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. കഥകളിയെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? വെട്ടത്ത് സമ്പ്രദായം എന്നായിരുന്നു. കഥകളിയുടെ ആദ്യകാല രൂപം ചോദിച്ചാൽ അത് രാമനാട്ടമാണ്. കഥകളിയുടെ ആദ്യകാല രൂപം ചോദിച്ചാൽ അത് ഏതാണ്? അത് രാമനാട്ടമാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഞാൻ അടുത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ആദ്യകാലത്ത് കഥകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര്, ആദ്യകാലത്ത് അറിയപ്പെടുന്ന രൂപം, കഥകളി ആദ്യകാലത്ത് അറിയപ്പെടുന്ന കലാരൂപം എന്ന് പറയുന്നത് ഏതാണ്? വെട്ടത്ത് സമ്പ്രദായമാണ്. ഓക്കെ, അത് ഇങ്ങനെയാണ് ഓർക്കേണ്ടത്. കഥകളിയുടെ ആദ്യ കലാരൂപം എന്ന് പറയുന്നത് രാമനാട്ടം. അതിനെ പരിഷ്കരിച്ചാണ് എന്ത് വന്നത്? കഥകളി വന്നത്. എന്നാൽ ഈ കഥകളിയുടെ ആദ്യകാലത്ത് ഈ രൂപം അറിയപ്പെടുന്ന പേര്, കഥകളുടെ ആദ്യകാലത്തെ രൂപം അറിയപ്പെടുന്ന പേരാണ് എന്ന് വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. രാമനാട്ടത്തെ പരിഷ്കരിച്ച് എന്ത് രൂപവൽക്കരിച്ചു? കഥകളി രൂപവൽക്കരിച്ചു. ഈ കഥകളിയെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? എന്താണ്? വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി കഥകളി സംഗീതം ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കഥകളി സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ വരുന്നുണ്ട്? ചെണ്ട വരുന്നുണ്ട്, മദ്ദളം വരുന്നുണ്ട്, ഇടയ്ക്ക വരുന്നുണ്ട്, ഇലത്താളം വരുന്നുണ്ട്, ചേങ്ങില വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഓക്കെ ആണല്ലോ? അപ്പൊ കഥകളി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ചെണ്ട, മദ്ദളം, ഇടത്താളം, ഇടയ്ക്ക, ചേങ്ങില. ഓക്കെ ആണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഇത്രയാണ് ഏതെന്ന് പറയുന്നത്? കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതത്തെ വിളിക്കുന്ന പേരാണ് സോപാന സംഗീതം എന്ന് വിളിക്കുന്നത്. അപ്പൊ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതത്തിന്റെ പേരെന്താണ്? സോപാന സംഗീതം എന്നാണ് വിളിക്കുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ കഥകളിക്ക് ഉപയോഗിക്കുന്ന ആ സംഗീതത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സോപാന സംഗീതം എന്ന് വിളിക്കും. ഇനി കഥകളിയുടെ ആദ്യ ചടങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കേളികൊട്ട് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? കഥകളിയുടെ ആദ്യ ചടങ്ങിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കേളികൊട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ചോദിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പുറപ്പാട് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പുറപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ആലോചിക്കുക. അപ്പൊ വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചാൽ ഏത് തന്നെയാണ്? കഥകളി തന്നെയാണ്. കഥകളി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഓക്കെ, ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ഇത്രയാണ് ഏതെന്ന് പറയുന്നത്? കഥകളി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം, ആ സംഗീതം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സോപാന സംഗീതമാണ്. ഇനി കഥകളിയിലെ ആദ്യ ചടങ്ങ് ചോദിച്ചാൽ അത് ഏതാണ്? അത് കേളികൊട്ടാണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ചോദിച്ചാൽ ഏതാണ്? അത് കേളികൊട്ടാണ്. ഇനി കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ചോദിച്ചാൽ അത് ഏതാണ്? അത് പുറപ്പാടാണ്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ചോദിച്ചാൽ അത് ഏതാണ്? അത് പുറപ്പാടാണ്. അതും കൂടെ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. ഇനി കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ചോദിച്ചാൽ അത് തിരനോട്ടമാണ്. ഓക്കെ, കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഗാനം അല്ലെങ്കിൽ ആലപിക്കുന്ന ഗാനം ചോദിച്ചാൽ ഏതാണ്? അത് തിരനോട്ടമാണ്. അതും കൂടെ ഓർത്തു വെക്കുക. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ചോദിച്ചാൽ ഏതാണ്? അത് തിരനോട്ടമാണ്. ഇനി കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ചോദിച്ചാൽ അത് ഏതാണ്? അത് ധനാശിയാണ്. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ചോദിച്ചാൽ അത് ഏതാണ്? അത് ധനാശിയാണ്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ചോദിച്ചാൽ, കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഏത് ഗ്രന്ഥമാണെന്ന് ചോദിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹസ്തലക്ഷണ ദീപിക. ഓക്കെ ആണല്ലോ? കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ചോദിച്ചാൽ ഏതാണ്? അത് ഹസ്തലക്ഷണ ദീപികയാണ്. അതും കൂടെ വളരെ പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പൊ കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ചോദിച്ചാൽ ഏതാണ്? അത് തിരനോട്ടമാണ്. അതേപോലെ കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ചോദിച്ചാൽ അത് ഏതാണ്? അത് ധനാശി
ധനാശിയാണ്. മലയാളത്തിൽ ശൈലിയായിട്ട് തന്നെ ചോദിക്കാറുണ്ട് ധനാശി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ അവസാനിപ്പിക്കുക എന്നാണ്. ഓക്കെ ആണല്ലോ, ധനാശി പാടുക അതിന്റെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക, ക്ലോസ് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ധനാശി പാടുക എന്നുള്ളത്. അപ്പൊ കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ചോദിച്ച ഏതാണ്? ധനാശി പാടുക, ധനാശി എന്നാണ്. ഇനി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഹസ്തലക്ഷണ ദീപികയാണ്. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞ ശ്രദ്ധിച്ചോണം, ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകളുടെ എണ്ണം ചോദിച്ചാൽ 24 ഹസ്തലക്ഷണ ദീപികയിൽ എന്ത് ചെയ്യണം? വിവരിച്ചിരിക്കുന്ന മുദ്രകൾ ചോദിച്ചാൽ എത്രയാണ്? അത് 24. അതൊന്നും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇതേപോലെ കഥകളിയിലെ വേഷങ്ങൾ നമ്മൾ എത്രയായി തിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, കഥകളിയിലെ വേഷങ്ങൾ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കഥകളിയിലെ വേഷങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് എത്രയായി തിരിച്ചിട്ടുണ്ട്? 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വേഷങ്ങൾ നോക്കുക. ഒന്നാമത്തെ വേഷം നമ്മൾ എന്ത് വിളിക്കുന്നത്? പച്ച എന്ന് വിളിക്കും. ഒന്നാമത്തെ വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാത്വിക കഥാപാത്രത്തെ, പച്ച എന്താണ്? സാത്വിക കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പച്ച എന്ന് പറയുന്നത്. അപ്പൊ സാത്വികമായിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതിനിധീകരിക്കുന്ന വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ആരൊക്കെയാണ്? ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ ദേവന്മാരാണ് ഏതായിട്ട് വരുന്നത്? ഈ പച്ച വേഷത്തിൽ അഭിനയിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്നുവെച്ചാൽ അവരല്ല, അവരെ എന്ത് ചെയ്യണം? അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഏത് വേഷം ഉപയോഗിക്കുന്നത്? പച്ച എന്ന് പറഞ്ഞ വേഷം ഉപയോഗിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായിട്ട് എത്രയായി തിരിച്ചിട്ടുണ്ട്? 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്ലെ ഒന്നാമത്തെ വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ഓർക്കുക, സാത്വിക കഥാപാത്രങ്ങളെ ഉപയോഗിക്കാനാണ് ഏത് വേഷം ഉപയോഗിക്കുന്നത്? പച്ച വേഷം ഉപയോഗിക്കുന്നത്. ഇതിൽ സാത്വിക കഥാപാത്രങ്ങൾ ഉദാഹരണം ചോദിച്ചാൽ ആരൊക്കെയാണ് വരുന്നത്? ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ ദേവന്മാരാണ് ഏതായിട്ട് വരുന്നത്? ഈ സാത്വിക കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആ പച്ച വേഷമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ അടുത്ത വരുന്നതാണ് കത്തി. അടുത്ത വേഷത്തിന്റെ പേരെന്താണ്? കത്തി എന്നാണ് പേര്. അതും കൂടെ ഓർത്തു വയ്ക്കുക, കത്തി. ഈ ദുഷ്ട കഥാപാത്രങ്ങളെ എന്താണ്? ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് ഏതെന്ന് പറയുന്നത്? കത്തി എന്ന് പറയുന്നത്. അപ്പോൾ ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഉദാഹരണം ചോദിച്ചാൽ രാവണൻ, കംസൻ തുടങ്ങിയവരാണ് ഏത് വേഷത്തിൽ അഭിനയിക്കുന്നത്? ഈ കത്തി വേഷത്തിൽ അല്ലെങ്കിൽ കത്തി വേഷത്തിൽ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ആലോചിക്കുക, എന്താണ്? രാക്ഷസമല്ല, രാക്ഷസന്മാരല്ല, ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഏത് വേഷം ഉപയോഗിക്കുന്നത്? കത്തി വേഷം ഉപയോഗിക്കുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ്? ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടിയാണ് ഏത് വേഷം ഉപയോഗിക്കുന്നത്? കത്തി വേഷം ഉപയോഗിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ കത്തി വേഷത്തിൽ ആരൊക്കെ അഭിനയിക്കുന്നത് ചോദിച്ചാൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ രാവണൻ, കംസൻ പോലുള്ള കഥാപാത്രങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ഈ കത്തി വേഷത്തെ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത വേഷമാണ് കരി എന്ന് പറയുന്നത്. അടുത്ത വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കരിയുടെ കാര്യം ഓർക്കുക, രാക്ഷസ സ്വഭാവമുള്ള, എന്താണ്? രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ രാക്ഷസ സ്വഭാവമുള്ള, എന്താ പറയുന്നത്? രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ പറഞ്ഞ 3 വേഷങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യുക. പച്ച എന്ന് പറയുമ്പോൾ സാത്വികമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് പച്ച വേഷം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ഏത് വേഷത്തിലാണ്? പച്ച വേഷത്തിലാണ് വരുന്നത്. അതേപോലെ കത്തി ആകുമ്പോൾ ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് ഏതെന്ന് പറയുന്നത്? കത്തി എന്ന് പറയുന്നത്. ഉദാഹരണം ആരൊക്കെയാണ്? രാവണൻ, കംസൻ തുടങ്ങിയ വേഷങ്ങളാണ് അതിനകത്ത് വരുന്നത്, കത്തി എന്ന വേഷത്തിൽ വരുന്നത്. അതേപോലെ എന്താണ്? കരി എന്ന് പറയുന്നത് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് ഏതെന്ന് പറയുന്നത്? കരി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ഇനി അടുത്തായിട്ട് വരുന്നത് താടി. അടുത്തായിട്ട് വരുന്നത് ഏതാണ്? താടി എന്ന് പറയുന്ന വേഷമാണ്. പ്രധാനമായിട്ടും 3 തരം താടി വേഷങ്ങളാണ് ഉള്ളത്. അതാണ് എത്ര താടി വേഷങ്ങളുണ്ട്? ആ താടിയെ തന്നെ സബ് കാറ്റഗറി ആയിട്ട് എത്ര? 3 ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ താടിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വെളുത്ത താടി എന്ന് വിളിക്കും. ഒന്നാമത് നമ്മൾ എന്ത് വിളിക്കും? വെളുത്ത താടി എന്ന് വിളിക്കും. മനുഷ്യാതീതമായ കഴിവുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെള്ളത്താടി. എന്നുവെച്ചാൽ വെളുത്ത താടി അല്ലെങ്കിൽ വെള്ളത്താടി എന്ന് പറഞ്ഞാൽ എന്താണ്? അമാനുഷികമായിട്ടുള്ള കഴിവുള്ള, എന്ന് വെച്ചാൽ മനുഷ്യാതീതമായ കഴിവുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? വെള്ളത്താടി അല്ലെങ്കിൽ വെളുത്ത താടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക. വെളുത്ത താടി എന്ന് പറയുമ്പോൾ എന്താണ്? അമാനുഷിക കഴിവുള്ള ആളുകൾ, എന്ന് വെച്ചാൽ മനുഷ്യാതീതമായ കഴിവുള്ള ആളുകളെ പ്രതിനിധാനം ചെയ്യുവാനാണ് ഏത് വേഷം ഉപയോഗിക്കുന്നത്? ഈ വെളുത്ത താടി എന്ന വേഷം എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അവിടെ നോക്കുക, ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് ഏതിനകത്ത് ഉപയോഗിക്കുന്നത്? ഈ വെളുത്ത താടി വേഷത്തിൽ ഉപയോഗിക്കുന്നത്. ഏതുപോലെയുള്ള? ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളാണ് ഏത് താടിയിൽ ഉപയോഗിക്കുന്നത്? ഈ വെളുത്ത താടി വേഷത്തിൽ പ്രതിനിധാനം ചെയ്യുവാൻ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത വരുന്നതാണ് ചുവന്ന താടി എന്ന് പറയും. അടുത്തതാണ് ചുവന്ന താടിയാണ്. ഈ ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ഏതെന്ന് പറയുന്നത്? ചുവന്ന താടി എന്ന് പറയുന്നത്. ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചുവന്ന താടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ ആൾറെഡി പറഞ്ഞു, കത്തി വേഷവുമുണ്ട്, അതേപോലെ ഏത് വേഷമുണ്ട്? ചുവന്ന താടി വേഷമുണ്ട്. ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി ഏത് വേഷം ഉപയോഗിക്കാറുണ്ട്? ചുവന്ന താടി വേഷവും എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അതേപോലെ അടുത്ത വരുന്ന കറുത്ത താടി എന്ന് പറയും. ഈ വേടന്മാരെയും അതേപോലെ നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ
കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏത് വേഷം ഉപയോഗിക്കാറുള്ളത്? കറുത്ത താടി എന്ന വേഷം ഉപയോഗിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? വേടന്മാരെയും അതേപോലെ നായാട്ടുകാരെയും അതേപോലെ നായാട്ടുകാരെയും അത് എന്താണ് വരുന്ന കഥാപാത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുവാൻ വേണ്ടിയാണ് ഏത് വേഷം ഉപയോഗിക്കാറുള്ളത്? ഈ കറുത്ത താടി ഉപയോഗിക്കാറുള്ളത്. അപ്പൊ താടി നോക്കുക, പ്രധാനമായിട്ട് എത്ര താടിയാണുള്ളത്? 3 താടി വേഷങ്ങളാണുള്ളത്. അതിൽ ഒന്നാമതായിട്ട് വരും വെളുത്ത താടി വരും. വെളുത്ത താടി അപ്പൊ അമാനുഷികമായ ശക്തിയുള്ളവരെ പ്രതിനിധാനം ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? വെളുത്ത താടി ഉപയോഗിക്കുന്നത്. ഹനുമാനെ പോലുള്ള കഥാപാത്രങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? വെളുത്ത താടിയിൽ വരുന്നത്. അടുത്ത ചുവന്ന താടി വരുമ്പോൾ എന്താണ്? ദുഷ്ട കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യുവാൻ വേണ്ടിയാണ് ഏത് താടി ഉപയോഗിക്കാറുള്ളത്? ഈ ചുവന്ന താടി എന്ന വേഷം ഉപയോഗിക്കാറുള്ളത്. അതേപോലെ കറുത്ത താടിയാകുമ്പോൾ എന്താണ്? ഈ വേടന്മാരെയും നായാട്ടുകാരെയും പ്രതിനിധാനം ചെയ്യുവാൻ വേണ്ടിയാണ് ഏത് താടി ഉപയോഗിക്കാറുള്ളത്? കറുത്ത താടി എന്ന വേഷം എന്ത് ചെയ്യാറുള്ളത്? ഉപയോഗിക്കാറുള്ളത്. അതും കൂടെ നോക്കുക. അടുത്ത വരുന്നതാണ് മിനുക്ക്. അടുത്ത വേഷത്തിന്റെ പേരെന്താണ്? മിനുക്കാണ്. സ്ത്രീകളെയും അതേപോലെ മുനിമാരെയും അതേപോലെ ആരെയാണ്? മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് ഏതെന്ന് പറയുന്നത്? മിനുക്ക് എന്ന് പറയുന്നത്. സ്ത്രീകളെയും അതേപോലെ എന്താണ്? മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മിനുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല. അടുത്ത് കഴിഞ്ഞു. അപ്പൊ വേഷങ്ങൾ ചോദിച്ചാൽ എത്രയാണ്? പ്രധാനമായിട്ടും 5 വേഷങ്ങളാണുള്ളത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഏതൊക്കെയാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. 5 എണ്ണം. ഓക്കെ ആണല്ലോ. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്ന കേസ് ഞാൻ ഒന്നുകൂടെ പറയണേ. പച്ച എന്ന് പറയുമ്പോൾ സാത്വിക സ്വഭാവമുള്ളവര്. ഓക്കെ ആണല്ലോ. കത്തി എന്ന് പറയുമ്പോൾ ദുഷ്ടകഥാപാത്രങ്ങൾ. കരി എന്ന് പറയുമ്പോൾ എന്താണ്? രാക്ഷസ സ്വഭാവമുള്ളവർ. അപ്പൊ എന്തൊക്കെയാണെങ്കിൽ പച്ച സാത്വിക സ്വഭാവം, അതേപോലെ കത്തി എന്ന് പറയുന്നത് ദുഷ്ടകഥാപാത്രങ്ങൾ, വില്ലന്മാര്, അതാണ് ഉദ്ദേശിക്കുന്നത്, ദുഷ്ടകഥാപാത്രങ്ങൾ. കരി എന്ന് പറയുമ്പോൾ എന്താണ്? രാക്ഷസ സ്വഭാവമുള്ളവർ. ഓക്കെ ആണല്ലോ. അടുത്ത താടി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 താടികളാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? വെളുത്ത താടി വരുന്നുണ്ട്, ചുവന്ന താടി വരുന്നുണ്ട്, കറുത്ത താടി വരുന്നുണ്ട്. വെളുത്ത താടിയാകുമ്പോൾ അമാനുഷിക ശക്തിയുള്ളവര്. ചുവന്ന താടിയാകുമ്പോൾ എന്താണ്? അവിടെയും ദുഷ്ടകഥാപാത്രങ്ങൾ തന്നെയാണ്. കറുത്ത താടിയാകുമ്പോൾ വേടന്മാര് അതേപോലെ എന്താണ്? നായാട്ടുകാരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി. അടുത്ത വരുന്നതാണ് മിനുക്കാണ്. മിനുക്കാകുമ്പോൾ എന്താണ്? സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കാൻ വേണ്ടി. പ്രതിനിധീകരിക്കാൻ അല്ലെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേഷമാണ് എന്ന് പറയുന്നത് മിനുക്ക് എന്ന് പറയുന്നത്. അപ്പൊ 5 വേഷങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ സെപ്പറേറ്റ് കാര്യം പറയുന്നു. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് കൊല്ലത്താണ്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? അത് കൊല്ലമാണ്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്ത് ആ കഥകളിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? എന്തായിരുന്നു? രാമനാട്ടം പരിഷ്കരിച്ചുണ്ടായ കലാരൂപം. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം ചോദിച്ചാൽ ഏതാണ്? അത് കഥകളിയാണ്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താണ്? നമ്മൾ കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത്? ഇതല്ലാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്തായിരുന്നു? അല്ലെ, ഓപ്ഷൻസ് നോക്കുക. കൊട്ടിയൂര്, അമ്പലപ്പുഴ ക്ഷേത്രം, കൂടൽമാണിക്യം, തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഏതാണ്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആ ക്ഷേത്രത്തെ കുറിച്ച് 2 വാക്കുകൾ നോക്കാം. എന്താ പറയുന്ന പ്രത്യേകത? ആ ക്ഷേത്രം ഏത് ജില്ലയാണെന്ന് നോക്കുക. അത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ആ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് പത്തനംതിട്ട ജില്ലയിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭദ്രകാളി ദേവിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഏതാണ്? അത് ഭദ്രകാളിയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടുത്തെ ഈ ക്ഷേത്രം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ശ്രീകോവിലിൽ തന്നെ എന്താണ്? ഒരു ശ്രീകോവിലിൽ തന്നെ ഒരേ മൂർത്തിയുടെ 2 പ്രതിഷ്ഠയുണ്ട്. ഓക്കെ ആണ്. ഒരേ ശ്രീകോവിലിൽ തന്നെ ഒരേ മൂർത്തിയുടെ 2 പ്രതിഷ്ഠ എന്താണ്? ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു ശ്രീകോവിലുള്ള തന്നെ എന്ത് ചെയ്യാണ്? ഒരേ മൂർത്തിയുടെ, അല്ലെങ്കിൽ ശ്രീകോവിലിനകത്ത് വ്യത്യസ്ത മൂർത്തികൾ വരാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. ഒരു ശ്രീകോവിലിനുള്ളിൽ തന്നെ ഒരേ മൂർത്തിയുടെ 2 വ്യത്യസ്ത പ്രതിഷ്ഠകൾ. ഓക്കെ ആണ്. 2 വ്യത്യസ്ത പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിന് എന്താണ്? പ്രത്യേകതയാണ്. അതിങ്ങനെ പറയുന്നത് ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളിയും ശാന്തസ്വരൂപിണിയായ ബാലഭദ്രദേവിയും ഒരുമിച്ചുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പറഞ്ഞ ജില്ലകൾ ആദ്യം ആലോചിക്കുക. ക്ഷേത്രം ഏത് ജില്ലയിൽ നിന്ന് ആലോചിക്കുക. അതെവിടെയാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ്. ആരാണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ അത് ഭദ്രകാളി ദേവിയാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഒരു ശ്രീകോവിലിൽ ഒരേ മൂർത്തിയുടെ 2 വ്യത്യസ്ത പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളിയും അതേപോലെ എന്താ പറയുന്നത്? ശാന്ത സ്വരൂപിണിയായ ബാലഭദ്രദേവിയും കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. അതിന്റെ പ്രത്യേകതകൾ ആലോചിക്കുക. ഏത് ജില്ലയെന്ന് ആലോചിക്കുക. അത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ
ഇവിടുത്തെ പ്രതിഷ്ഠ പറഞ്ഞ ഏതാണ്? ഭദ്രകാളി ദേവിയാണ്. ഒരു ശ്രീകോവിലിനുള്ളിൽ തന്നെ എന്താ പറയുന്നത്? ഒരേ മൂർത്തിയുടെ രണ്ട് വ്യത്യസ്ത പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന് എന്താണ്? പ്രത്യേകതയാണ്. അതേപോലെ എന്തൊക്കെയാണ് പറയുന്നത്? ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളിയും ശാന്തസ്വരൂപിണിയായ ബാലഭദ്ര ദേവിയും കാണപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? തട്ടേൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വെക്കുക. അതേപോലെ ഓർത്തിരിക്കേണ്ട അടുത്ത ഈ ഓപ്ഷൻസിലുള്ള ബാക്കി ക്ഷേത്രം നമുക്ക് നോക്കാം. അതിൽ നമുക്ക് കൊട്ടിയൂരും നോക്കണം, കൂടൽമാണിക്യം നോക്കണം. അമ്പലപ്പുഴ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം. അടുത്ത കൊട്ടിയൂർ ക്ഷേത്രം നോക്കുക. കൊട്ടിയൂർ എന്ന് പറയുന്നത് ഏതാണ്? തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. തെക്കിന്റെ കാശി, ദക്ഷിണ കൈലാസം. തെക്കിന്റെ കൈലാസം ചോദിച്ചാൽ അതേതാണ്? അത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്? അത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. ഏതാണ്? തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്? അത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഓർത്ത് വെച്ചോണം. ഇവിടെ 2 ക്ഷേത്രമാണുള്ളത്, ഇക്കര കൊട്ടിയൂരും അക്കര കൊട്ടിയൂരും. ഇവിടെ 2 ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഏതാണ്? ഇക്കര കൊട്ടിയൂര്, അതേപോലെ അക്കര കൊട്ടിയൂർ. എങ്ങനെ ക്ഷേത്രങ്ങളുണ്ട്? ഇവ രണ്ടും എന്താണ്? ഇങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. അത് ഇങ്ങനെ പറയുന്നത് ഇടവത്തിലെ ചോതി മുതൽ, എന്താ പറയുന്നത്? ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെയാണ് അക്കര കൊട്ടിയൂർ എന്ത് ചെയ്യുള്ളൂ? ആ ക്ഷേത്രം തുറക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ പൂജയുള്ളൂ. എന്ന് വെച്ചാൽ വനത്തിനുള്ളിലാണ്. അവിടെ വനത്തിനുള്ളിൽ ഒരു എന്താണ് നദിയുടെ നടുക്കായിട്ടാണ് കാണപ്പെടുന്നത്. നദിയുടെ ഒരു ജലാശയത്തിന് നടുക്കായിട്ടാണ് ആ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത് അവിടെ തുറക്കുന്നത് പറഞ്ഞാൽ കറക്റ്റ് 1 മാസം എന്ത് ചെയ്യാറുള്ളൂ? തുറക്കാറുള്ളൂ. അത് എന്താണ്? ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെയാണ് ആ ക്ഷേത്രം എന്ത് ചെയ്യാറുള്ളത്? തുറക്കാറുള്ളത്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെ ഏത്? അക്കരെ കൊട്ടിയൂർ എന്ത് ചെയ്യാറുള്ളൂ? തുറക്കാറുള്ളൂ. ബാക്കിയുള്ള 11 മാസവും എവിടെയാണ് സാന്നിധ്യം എന്ന് പറയുന്നത്? ഇക്കരെ കൊട്ടിയൂരാണ് സാന്നിധ്യം എന്ന് പറയുന്നത്. 11 മാസം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് എന്താണ്? മഹാദേവന്റെ സാന്നിധ്യം ഉള്ളതെന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? ഈ 1 മാസം ഏതാണ്? ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെ ഏത് കൊട്ടിയൂരാണ്? അക്കരെ കൊട്ടിയൂരാണ് മഹാദേവന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് അതിന്റെ ഈ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ ഈ ഇടയ്ക്കായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എന്താണ്? വെള്ളത്തിൽ കൂടെയൊക്കെ നടന്നു പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷേത്രത്തിൽ പോകുന്നു വെച്ചാൽ എന്താണ്? നമ്മളൊരു ഈ ഓലപ്പുര പോലെയൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന ക്ഷേത്രം. കാരണം ആ 1 മാസത്തേക്ക് മാത്രമേ അവിടെ എന്ത് വരുന്നുള്ളൂ? ആ ക്ഷേത്രമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ പൂജിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 11 മാസം എന്താണ് വരുന്നത്? ഈ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെയാണ് ഏത്? അക്കരെ കൊട്ടിയൂർ പൂജയുള്ളൂ. ഇക്കരെ കൊട്ടിയൂർ വരുന്നത് ഏതാണ്? ബാക്കി 11 മാസം എവിടെയാണ് വരുന്നത്? ഇക്കരെ കൊട്ടിയൂരാണ് എന്റെ പൂജാവിധികൾ നടക്കാറുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത വരുന്ന ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അടുത്ത ക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യ ക്ഷേത്രമാണ്. ജില്ല ഓർത്തു വയ്ക്കുക, തൃശ്ശൂർ ജില്ലയാണ്. കൂടൽമാണിക്യ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഈ ഭരതൻ പ്രതിഷ്ഠയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. എന്താണ്? ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലാണ് ഏതെന്ന് പറയുന്നത്? ഈ കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രത്യേകതയുണ്ട്, ക്ഷേത്രത്തിനുള്ളിൽ ആരില്ല? ഉപദേവതാ പ്രതിഷ്ഠകളില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷേത്രത്തിനുള്ളിൽ എന്തില്ല? ഉപദേവതകൾക്കുള്ള പ്രതിഷ്ഠകളില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ കൂടൽമാണിക്യ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ ഓർത്തിരിക്കുക, ആരാണ്? ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ എന്തില്ല? ഉപദേവതകളില്ല. അതാണ് ഈ ക്ഷേത്രത്തിന് മറ്റൊരു എന്താണ്? ഉപദേവതകൾക്കുള്ള പ്രതിഷ്ഠകളില്ല. അതാണ് ഈ ക്ഷേത്രം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത് മധ്യകേരളത്തിലെ പ്രസിദ്ധമായ 4 അമ്പലങ്ങളിൽ 2ാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. രാമനും രാമന്റെ സഹോദരമായിട്ടുള്ള 4 പേർക്കുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതാണ് നമ്മൾ 4 അമ്പലം എന്ന് വിളിക്കുന്നത്. ഈ 4 അമ്പലത്തിലെ 2ാമത്തെ ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അത് ഇങ്ങനെ വരുന്നത് ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ഓർത്ത് വയ്ക്കുക. 1ാമത്തെ ക്ഷേത്രമാണ് തൃപ്പയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രം. 1ാമത്തെ ഏതാണ്? തൃപ്പയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രം. അടുത്ത തന്നെ ഏതാണ്? തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ഇങ്ങനെ 3 എണ്ണം. അതിന്റെ കൂടെ ഏത് വരുന്നുണ്ട്? കൂടൽമാണിക്യ ക്ഷേത്രമാണ്. ഇങ്ങനെ 4 എണ്ണമാണ് ഏതെന്ന് പറയുന്നത്? 4 അമ്പലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 4 അമ്പലങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. 4 അമ്പലങ്ങളിൽ 2ാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ 1ാമത്തെ ആലോചിക്കുക. 1ാമത്തെ തൃപ്പയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രം. അതുപോലെ അടുത്ത തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. അതേപോലെ പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. അതിന്റെ കൂടെ ഏതും വരുന്നുണ്ട്? കൂടൽമാണിക്യ ക്ഷേത്രം വരുന്നുണ്ട്. അപ്പൊ 1ാമത് ശ്രീരാമസ്വാമി ക്ഷേത്രം വരും. 2ാമത് കൂടൽമാണിക്യം വരും. 3ാമത് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ സ്വാമി ക്ഷേത്രം വരും. 4ാമത് ഏത് വരും? പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം വരും. ഇങ്ങനെ 4 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ 4 അമ്പലങ്ങൾ എന്നാണ്. മധ്യകേരളത്തിലെ 4 അമ്പലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്തിരിക്കുക, കൂടൽമാണിക്യ ക്ഷേത്രം ഏതാണ്? തൃശ്ശൂരാണ്.
അവിടെ ആരുടെയാണ് പ്രതിഷ്ഠ വരുന്നത്? ഭരതന്റെ പ്രതിഷ്ഠയാണ് വരുന്നത്. അതേപോലെ ക്ഷേത്രങ്ങളിൽ എന്ത് വരുന്നില്ല? ഉപദേവതകളില്ല. ക്ഷേത്രങ്ങളിൽ എന്ത് വരുന്നില്ല? ഉപദേവതകൾ ഇല്ല എന്നാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ. മധ്യകേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ എത്രാമത്തേതാണ്? രണ്ടാമത്തേതാണ്. അത് ഓർത്തു വെച്ചോണം. നാലമ്പലങ്ങളിൽ എത്രാമത്തെയാണ്? രണ്ടാമത്തേതാണ് എന്ന് പറയുന്നത് കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അതേപോലെ ഓർത്തു വെച്ചോണം, ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിന് എന്താണ് വരുന്നത്? പ്രത്യേക ദേവസ്വമാണ് വരുന്നത്. അതാണ് കൂടൽമാണിക്യ ദേവസ്വം എന്നറിയപ്പെടും. കൂടൽമാണിക്യ ക്ഷേത്രത്തിന് പ്രത്യേക ദേവസ്വമാണുള്ളത്. അതാണ് കൂടൽമാണിക്യ ദേവസ്വം എന്നറിയപ്പെടുന്നത്. അപ്പൊ മൊത്തം എത്ര നമ്മൾ ദേവസ്വങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? തിരുവിതാംകൂർ ദേവസ്വം വരുന്നുണ്ട്, കൊച്ചിൻ ദേവസ്വം വരുന്നുണ്ട്, മലബാർ ദേവസ്വം വരുന്നുണ്ട്. ഈ മൂന്നെണ്ണം നോർമലായിട്ട് ആലോചിക്കുക. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചിൻ ദേവസ്വം, മലബാർ ദേവസ്വം. ഇനി രണ്ട് ക്ഷേത്രങ്ങളുടെ പേരിലാണ് വരുന്നത്. ഗുരുവായൂർ ദേവസ്വവും കൂടൽമാണിക്യ ദേവസ്വവും. ഗുരുവായൂർ ദേവസ്വവും കൂടൽമാണിക്യ ദേവസ്വം. അങ്ങനെ 5 ദേവസ്വങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അവിടെ ഓർക്കേണ്ട കേസ്, ഈ കൂടൽമാണിക്യത്തിനകത്ത് വരുന്നത് ജില്ല ഓർക്ക, തൃശ്ശൂർ ജില്ലയിലാണ്. ആരാണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ ഭരതനാണ് പ്രതിഷ്ഠ വരുന്നത്. കേരള ക്ഷേത്രങ്ങളിൽ എന്തില്ല? മറ്റു ഉപദേവതകൾക്ക് എന്തില്ല? പ്രതിഷ്ഠകളില്ല. അതേപോലെ മധ്യ കേരളത്തിലെ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ മധ്യകേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പൊ ഒന്നാമത്തേത് ഏതാണ്? തൃപ്പയാർ ശ്രീ രാമസ്വാമി ക്ഷേത്രം. രണ്ടാമത്തേത് കൂടൽമാണിക്യ ക്ഷേത്രം. മൂന്നാമത് എന്താണ്? തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. നാലാമതായിട്ട് ആര് വരുന്നുണ്ട്? പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം വരുന്നുണ്ട്. അപ്പൊ 4 ക്ഷേത്രങ്ങളാണ് ഏതെന്ന് പറയുന്നത്? നാലമ്പലങ്ങൾ എന്ന് പറയുന്നത്. ആ കാര്യം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതേപോലെ ഇവിടുത്തെ മറ്റു പ്രത്യേകതയാണ്, ഇവിടുത്തെ പൂജകൾക്കും പ്രത്യേകതയുണ്ട്. എതിർത്ത പൂജയും പന്തിരടി പൂജയും എവിടെയില്ല? നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലില്ല. അതൊന്ന് കറക്റ്റായിട്ട് ഓർത്തു വെച്ചോളാം. എതിർത്ത പൂജയും അതേപോലെ എന്താണ് പന്തിരടി പൂജയും എവിടെയില്ല? കൂടൽമാണിക്യ ക്ഷേത്രത്തിലില്ല. അതേപോലെ പൂജയ്ക്കായിട്ട് എന്തുപയോഗിക്കുന്നില്ല? ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ ഉപയോഗിക്കുന്നുമില്ല. അപ്പൊ 2 പ്രത്യേകത ആലോചിച്ചോണം. മൊത്തം 5 പൂജകളുണ്ട്. അതിൽ എതിർത്ത പൂജയും പന്തിരടി പൂജയും എവിടെ കാണപ്പെടുന്നില്ല? നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നില്ല. അതേപോലെ പൂജയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നില്ല? ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട നേദ്യങ്ങളും ഓർത്തു വെച്ചോണം. അല്ലെ പ്രധാനപ്പെട്ട നേദ്യങ്ങളും നമ്മൾ പൂജകൾ ഓർത്തു വെച്ചോണം. അല്ല ഒന്നാമത്തേന് വഴുതന നിവേദ്യം. ഓക്കെ ആണല്ലോ. നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും നമ്മൾ വഴുതന നിവേദ്യം പറഞ്ഞായിരുന്നു. അതേപോലെ ഇവിടെയും എന്ത് വരുന്നുണ്ട്? വഴുതന നേദ്യം വരുന്നുണ്ട്. ഈ വഴുതന നേദ്യം എന്താണ്? ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വഴുതന നേദ്യം കഴിക്കാറുള്ളത്. അപ്പൊ ആ കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ വഴുതന നേദ്യം ഇവിടെ വരാറുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഇതാണ് മീനൂട്ട്. എന്താണ് മീനൂട്ട് എന്ന് പറയുന്നത്? ശ്വാസ സംബന്ധമായ ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്യാറുള്ളത്? മീനൂട്ട് നടത്താറുള്ളത്. അതേപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു നിവേദ്യമാണ് മുക്കുടി നിവേദ്യം. എന്താണ്? മുക്കുടി നിവേദ്യം എന്ന് പറയും. രോഗശാന്തിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ നേദ്യം കഴിക്കാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട എന്താണ് നേദ്യങ്ങൾ അല്ലെങ്കിൽ പൂജകൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് വഴുതന നിവേദ്യം വരുന്നുണ്ട്. എന്താണ്? ഉദര സംബന്ധമായ രോഗങ്ങൾക്കാണ് ഏത് വരാറുള്ളത്? വഴുതന നിവേദ്യം ചെയ്യാറുള്ളത്. അതേപോലെ മീനൂട്ട് ചെയ്യാറുണ്ട്. മീനൂട്ട് എന്താണ്? ശ്വാസ സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? മീനൂട്ട് നടത്താറുണ്ട്. അതേപോലെ രോഗശാന്തിക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? മുക്കുടി നിവേദ്യം എന്ത് ചെയ്യാറുണ്ട്? നടത്താറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഏതിന്റെ പ്രത്യേകത പറഞ്ഞത്? കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പം കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ എന്തൊക്കെ നടത്താറില്ല? എതിർത്ത പൂജയും പന്തിരടി പൂജയും നടത്താറില്ല. പൂജയ്ക്കായിട്ട് ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. വഴുതന നിവേദ്യം, അതേപോലെ മീനൂട്ട്, മുക്കുടി നേദ്യം, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എന്നുള്ള നേദ്യങ്ങളും പൂജകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പൂജകളല്ല, ഇവിടെ പ്രധാനപ്പെട്ട ചടങ്ങുകളായിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം ഇതായിരുന്നു. കഥകളി യോഗം എന്താണ്? കഥകളി യോഗം സ്വന്തമായിട്ടുള്ള ഏക ക്ഷേത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഏത് ജില്ലയിലാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. തട്ടയിൽ ഒരിപ്പുറത്ത് ക്ഷേത്രം എവിടെയാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ്. ഭദ്രകാളി ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ശ്രീകോവിലിനുള്ളിൽ ഒരേ മൂർത്തിയുടെ 2 പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ശ്രീകോവിലിനുള്ളിൽ ഒരേ മൂർത്തിയുടെ 2 വ്യത്യസ്ത പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതെന്താണ്? ഉഗ്രരൂപിണിയായ ശ്രീ ഭദ്രകാളി ദേവിയും ശാന്തസ്വരൂപിണിയായ ബാലഭദ്ര ദേവിയുമാണ് ഈ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. അതേപോലെ അടുത്ത ക്ഷേത്രം ഞാൻ പറഞ്ഞു കൊട്ടിയൂർ ക്ഷേത്രം. കൊട്ടിയൂർ ക്ഷേത്രം എന്താണ്? തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് എന്താണ്? കൊട്ടിയൂർ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ദക്ഷിണ കൈലാസം ഞാൻ ആൾറെഡി പറഞ്ഞു, അത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൊട്ടിയൂർ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. 2 ക്ഷേത്രങ്ങളുണ്ട്, ഇക്കര കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും. അക്കരെ കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചോതി വരെ 1 മാസം മാത്രമേ ഇവിടെ തുറക്കുകയുള്ളൂ. അക്കരെ കൊട്ടിയൂർ തുറക്കുക, അക്കരെ കൊട്ടിയൂർ പൂജയുള്ളൂ. ബാക്കിയുള്ള സമയത്തുകൾ എന്തില്ല മക്കൾക്കൊണ്ട് പ്രവേശനം ഉണ്ടാകാറില്ല. അതേപോലെ 11 മാസം ഇക്കരെ കൊട്ടിയൂർ, ബാക്കിയുള്ള 11 മാസം എവിടെയാണ് സാന്നിധ്യമുള്ളത്? ഇക്കരെ കൊട്ടിയൂരിലാണ് ദൈവത്തിന് എന്തുള്ളത്? മഹാദേവന്റെ സാന്നിധ്യം വരാറുള്ളത്. അപ്പൊ ആ സമയത്ത് പൂജ മൊത്തം എവിടെയാണ്? ഈ 11 മാസം ഇക്കരെ കൊട്ടിയൂരായിരിക്കും എന്ത് നടക്കുന്നത്? പൂജ നടക്കുന്നത്. ആ കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന്
ഓർത്തു വയ്ക്കുക. അടുത്ത ഓപ്ഷൻ നമ്മൾ പറഞ്ഞതാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. പ്രതിഷ്ഠ ചോദിച്ച ആരാണ്? ഭരതനാണ് പ്രതിഷ്ഠയായിട്ട് വരുന്നത്. എന്താണ് ക്ഷേത്രത്തിന് എന്താണ് പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേവതകൾക്ക് എന്തില്ല? പ്രതിഷ്ഠയില്ല. ഉപദേവതകൾക്ക് പ്രതിഷ്ഠകളില്ല എന്നുള്ളത് കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ 4 അമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് ഏത്? കൂടൽമാണിക്യം എന്ന് പറയുന്നത്. മധ്യ കേരളത്തിലെ 4 അമ്പല ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആലോചിക്കുക തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, രണ്ടാമത്തത് കൂടൽമാണിക്യ ക്ഷേത്രം, അതേപോലെ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, അതേപോലെ പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ഇതാണ് പ്രധാനപ്പെട്ട മധ്യ കേരളത്തിലെ 4 അമ്പലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. അതേപോലെ ഇവിടുത്തെ പൂജകൾക്കും പ്രത്യേകതയുണ്ട്. സാധാരണ പൂജകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്തൊക്കെയില്ല? എതിർത്ത പൂജയും പന്തിരടി പൂജയും ഇല്ല. അതൊന്ന് ഓർത്തു വെക്കുക. അതേപോലെ പൂജയ്ക്കായിട്ട് ഇവിടെ എന്തൊക്കെ ഉപയോഗിക്കാറില്ല? ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. അതേപോലെ വഴുതന നിവേദ്യം, മീനൂട്ട്, അതേപോലെ മുക്കുടി നിവേദ്യം എന്നിവയാണ് ഇവിടുത്തെ പ്രത്യേകിച്ചിട്ടുള്ള എന്താണ് പൂജയിലെ പ്രത്യേകിച്ചിട്ടുള്ള ചടങ്ങുകൾ എന്ന് പറയുന്നത്. വഴുതന നിവേദ്യം എന്തിനു വേണ്ടിയാണ്? ഉദരരോഗ ശാന്തിക്കാണ് ഏത് നമ്മൾ ഉപയോഗിക്കാറുള്ളത്? വഴുതന നിവേദ്യം ഉപയോഗിക്കാറുള്ളത്. അതേപോലെ മീനൂട്ട് എന്താണ്? ശ്വാസകോശ സംബന്ധം അല്ലെങ്കിൽ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കാണ് നമ്മൾ എന്ത് നടത്താറുള്ളത്? മീനൂട്ട് നടത്താറുള്ളത്. അടുത്ത മുക്കുടി നിവേദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗശാന്തിക്ക് വേണ്ടിയാണ് ഇവിടെ എന്ത് നടത്താറുള്ളത്? മുക്കുടി നിവേദ്യം നടത്താറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കി കുറച്ചൊരു 5-6 ചോദ്യം കൂടെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ. തീർന്നിട്ടില്ല. ഈ 108/2024 അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? ബാക്കി ചോദ്യങ്ങൾ ബാക്കി എന്താണ് ഒരു 6 ചോദ്യങ്ങൾ അടുപ്പിച്ചുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.